ഉണ്ണീശോയ്ക്കൊരു പൊന്നുടുപ്പുമായി മേരി ചേച്ചി. കഴിഞ്ഞ 25 വർഷക്കാലമായി കൂനമുച്ചി പള്ളിയിലെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശു ധരിക്കുന്ന പുതുവസ്ത്രം മേരി ചേച്ചി കൈകളാൽ തയ്ച്ചു തയ്യാറാക്കിയതാണെന്ന് അധികമാർക്കും അറിയാത്ത രഹസ്യമാണ്. മക്കളുടെ വിവാഹത്തിന് ശേഷം നല്ല പേരക്കുട്ടികൾ ലഭിക്കാനായി നിയോഗം വെച്ചാണ് ആദ്യകാലത്ത് ഉണ്ണീശോയ്ക്ക് കൊച്ചുടുപ്പുകൾ തയ്യാറാക്കിയത്. കാലം വളരുന്നതോടൊപ്പം പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയുടെ രൂപവും വലുതായപ്പോൾ ഉടുപ്പുകളുടെ വലിപ്പവും അതിനനുസരിച്ച് മാറ്റേണ്ടി വന്നു മേരി ചേച്ചിക്ക്. പള്ളിയിൽ മാറി മാറി വരുന്ന വൈദികരുടെ പ്രോത്സാഹനവും വീട്ടുകാരുടെ മാനസിക പിന്തുണയും ഈ ഉദ്യമത്തിന് പ്രചോദനമായി മാറി. കൂനമുച്ചി പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയായിരുന്ന ജോസേട്ടൻ നവംബർ മാസത്തിന്റെ അവസാനം വിളിച്ച് ഓർമ്മിപ്പിക്കുന്നതോടെയാണ് ഉണ്ണീശോയ്ക്കുള്ള പൊന്നുടുപ്പുകളുടെ നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത്. ഏറെ സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ് ഉണ്ണീശോയ്ക്കുള്ള ഉടുപ്പ് നിർമ്മാണമെന്ന് മേരി ചേച്ചി അനുസ്മരിച്ചു. പാതപ്പള്ളി ഞാൻ മരണം വരെ എൻ്റെ മരണം വരെ എനിക്ക് തുന്നാൻ കഴിവുള്ളവരെ ഞാൻ തുന്നി കൊടുക്കാമെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടാണ് ഞാനിത് ഓരോ കൊല്ലം ഉടുപ്പ് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുന്നത്. അത് കൈപ്പേരി അച്ഛൻ്റെ മുന്നേയുള്ള അച്ഛൻ്റെ മുമ്പാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ കഷ്ടിച്ച് 10-25 കൊല്ലം ആയി കാണണം എന്ന് എൻ്റെ മനസ്സിന് ഒരു. കൂനമുച്ചിയിലെ പഴയകാല പത്ര ഏജന്റ് പരേതനായ PT ജേക്കബിന്റെ ഭാര്യയാണ് 75 വയസ്സ് പിന്നിട്ട മേരി. മാധ്യമപ്രവർത്തകനായ ബിജോയ്, റീന, ബീന, ഷീന, മിനി എന്നിവർ മക്കളാണ്. അമ്മയ്ക്ക് പൂർണ്ണ സഹായവും പിന്തുണയുമായി മരുമകൾ ആൻസിയും രംഗത്തുണ്ട്. ഈ വർഷത്തെ പള്ളിപ്പുൽക്കൂടിലെ ഉണ്ണീശോയ്ക്ക് ധരിക്കാനുള്ള പൊന്നുടുപ്പിന്റെ മിനുക്കുപണിയിലാണ് മേരി ചേച്ചി. തന്റെ ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഇതൊരു നിയോഗമായി നടത്തിക്കൊണ്ടുപോകുമെന്ന വാശിയിലാണ് മേരി ചേച്ചി. CCTV ന്യൂസ്, കേച്ചേരി.